Hi students, welcome back to our class. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയൽ സ്ട്രക്ചറിനെ കുറിച്ചാണ്. നമ്മുടെ രാജ്യത്തെ വ്യാവസായിക രംഗം ഏത് രീതിയിലാണ്, അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഇൻഡസ്ട്രിയൽ സെക്ടർ കൺസിസ്റ്റ് ഓഫ് 3 ബ്രോഡ് സബ് സെക്ടേഴ്സ്. 3 പ്രധാനപ്പെട്ട സബ് സെക്ടറുകളാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിനുള്ളത്. ഏതൊക്കെയാണ്? മാനുഫാക്ചറിങ് സെക്ടർ, രണ്ടാമത്തത് മൈനിങ് ആൻഡ് ക്വാറിയിങ് സെക്ടർ, മൂന്നാമത്തത് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ സപ്ലൈ. അപ്പോൾ ഈ തരത്തിൽ 3 സെക്ടറാണ് ഉള്ളത്. ദ മാനുഫാക്ചറിങ് സബ് സെക്ടർ, മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ ഉൽപ്പാദിപ്പിക്കുക, അതാണ് മാനുഫാക്ചറിങ് സബ് സെക്ടർ. അതെന്താണ്? വിത്ത് ഇറ്റ്സ് ഔട്ട്പുട്ട് ഷെയർ ഓഫ് 80% ഇൻ ദ ടോട്ടൽ ഇൻഡസ്ട്രിയൽ സെക്ടർ ഹാസ് 2 ബ്രോഡ് സബ് ഡിവിഷൻസ്. മാനുഫാക്ചറിങ് സെക്ടറിന് എന്താണ്? 80% ടോട്ടൽ ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ 80% മാനുഫാക്ചറിങ് സെക്ടറാണ്. ആ മാനുഫാക്ചറിങ് സെക്ടറിന് 2 സബ് ഡിവിഷൻസ് ഉണ്ട്. ഒന്നെന്താണ്? വൺ ഈസ് എ ഫാക്ടറി സെക്ടർ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ്. ഒന്നാമത്തേത് ഫാക്ടറി സെക്ടറാണ്. അതിലാണ് എന്ത്? എല്ലാ ഉൽപ്പാദന കമ്പനികളും ഉൾപ്പെടുന്ന ഫാക്ടറി സെക്ടർ. രണ്ടാമത്തെ ദ അതർ ഈസ് നോൺ ഫാക്ടറി സെക്ടർ. നോൺ ഫാക്ടറി സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ മാനുഫാക്ചറിങ് എൻ്റർപ്രൈസസ് വിച്ച് ആർ നോട്ട് രജിസ്റ്റേർഡ് അണ്ടർ ദ ഇന്ത്യൻ ഫാക്ടറീസ് ആക്ട്. ഇന്ത്യൻ ഫാക്ടറീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്യാത്ത കമ്പനികളുടെ ഉൽപ്പാദനമാണ് നോൺ ഫാക്ടറി സെക്ടർ. രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ഉൽപ്പാദനമാണ് ഫാക്ടറി സെക്ടർ. അപ്പോൾ നമ്മളിതുവരെ പറഞ്ഞ എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടർ 3 സബ് ഡിവിഷനാണ്. മാനുഫാക്ചറിങ്, മൈനിങ് ആൻഡ് ക്വാറിയിങ്, മൂന്നാമത്തത് ഇലക്ട്രിസിറ്റി, ഗ്യാസ് ആൻഡ് വാട്ടർ. അതിൽ തന്നെ മാനുഫാക്ചറിങ് 2 തരമാണ്. ഒന്ന് ഫാക്ടറി സെക്ടർ, 2 നോൺ ഫാക്ടറി സെക്ടർ. The non-factory sector covers all manufacturing units employing less than 10 workers. Non-factory sector എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെടുന്ന എന്താണ്? 10 പണിക്കാരോ അതിൽ കുറവോ ഉള്ള മാനുഫാക്ചറിങ് യൂണിറ്റുകൾ. അല്ലെങ്കിൽ എന്താണ്? കറണ്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ 10 അതിന് കുറവോ, ഇനി കറണ്ട് ഇല്ലാത്തതാണെങ്കിൽ 20 അതിൽ കുറവോ പണിക്കാരുള്ള വ്യവസായശാലകൾ. ഈ ദസ് ഇൻക്ലൂഡ്സ്, അതിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? അപ്പോൾ കുടിൽ വ്യവസായമൊക്കെ അതിൽ ഉൾപ്പെടുന്നതാണ് അല്ലേ? വീടുകളിൽ നടത്തുന്ന ഉൽപ്പാദനമൊക്കെ ഇതിൽ നോൺ ഫാക്ടറി സെക്ടറിൽ പെടുന്നതാണ്. The village and small scale industries sector consists broadly of traditional industries and modern small scale industries. Village and small scale industries എന്ന് പറയുന്ന ഒരു സെക്ടർ ഉണ്ട്. അതിൻ്റെ 2 വിഭാഗമാണെന്ന് ട്രഡീഷണൽ ഇൻഡസ്ട്രീസ്. ട്രഡീഷണൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ കൈത്തറി വസ്തുക്കളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നവ. രണ്ടാമത്തേത് മോഡേൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്, അത് ചെറിയ ചെറിയ മെഷീനുകളൊക്കെ ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കുന്നത്. മോഡേൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് മോസ്റ്റ്ലി യൂസ് പവർ ഓപ്പറേറ്റഡ് അപ്ലയൻസസ്. മോഡേൺ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൽ എന്താണ്? കൂടുതലും കറണ്ട് ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ ജനറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ചെറിയ ചെറിയ മെഷീനുകൾ ഉപയോഗിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്? ഉൽപ്പാദനം നടത്തുന്നത്. അടുത്തത് ദ ഒഫീഷ്യൽ ഡെഫിനിഷൻ ഓഫ് എ സ്മോൾ സ്കെയിൽ യൂണിറ്റ് ആർ ആസ് ഫോളോസ്. സ്മോൾ സ്കെയിൽ യൂണിറ്റിനെ എങ്ങനെയാണ് ഒഫീഷ്യലി വ്യത്യസ്ത വിഭാഗങ്ങളാക്കുന്നത്? അതിലൊന്ന് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കോടി രൂപക്കടിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥാപനങ്ങളാണ് എന്ത്? സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആയിട്ട് പറയുന്നത്. ഇനി ആൻസിലറി ഇൻഡസ്ട്രീസ് എന്താണ്? അത് 1 കോടി രൂപക്കടിയിലായിരിക്കും അവരുടെ ഫിക്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതോടൊപ്പം അവരെന്താണ്? സ്വയം ഒരു ഉൽപ്പാദനം നടത്തുകയല്ല, മറ്റു വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി ചെറിയ ചെറിയ പാർട്ടുകൾ, മെഷീനിൻ്റെ ചെറിയ ചെറിയ പാർട്ടുകൾ, അതുപോലെ തന്നെ കോമ്പണൻസ് ഒക്കെ ഉൽപ്പാദിപ്പിക്കുക, അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്ക് വേണ്ടി ചെറിയ ചെറിയ സേവനങ്ങളൊക്കെ നടത്തുക. സേവനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടൈപ്പിംഗ്, വലിയ കമ്പനികൾക്ക് വേണ്ടി ടൈപ്പിംഗ്, പ്രിൻറ്റിങ് അങ്ങനെ തുടങ്ങിയ സേവനങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതാണ് ആൻസിലറി ഇൻഡസ്ട്രീസ്. മൂന്നാമത്തേത് ടൈനി യൂണിറ്റ്സ്. എന്താണ് ടൈനി യൂണിറ്റ്സ് എന്ന് പറയുന്നത്? 23 ലക്ഷത്തിന് കുറവ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള സംരംഭങ്ങളാണ് ടൈനി യൂണിറ്റ്സ്. അടുത്തത് സ്മോൾ സ്കെയിൽ സർവീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ്. എന്താണത്? എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ പേഴ്സണൽ ഹൗസ് ഹോൾഡ് സർവീസസ് ഇൻ റൂറൽ ഏരിയസ്. ഗ്രാമപ്രദേശങ്ങളിൽ വീടുകളിൽ നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്ന ചെറുകിട സേവനങ്ങൾ, അതാണ് സ്മോൾ സ്കെയിൽ സർവീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്. മറ്റൊന്ന് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്. എന്താണ് ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്? വീട്ടിൽ നിന്ന് തന്നെ പണിയെടുത്ത് ഉൽപ്പാദനം നടത്തുന്നവയാണെന്ത്? ഹൗസ് ഹോൾഡ് ഇൻഡസ്ട്രീസ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ സ്ട്രക്ചർ ഉള്ളത്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇൻഡസ്ട്രിയൽ സിക്നെസ്. എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നെസ് എന്ന് പറയുന്നത്? സിക്നെസ് എന്ന് പറഞ്ഞാൽ രോഗം. അപ്പോൾ വ്യാവസായിക രംഗത്ത് രോഗം എന്ന് പറയുന്നത് എന്താണ്? The strength of industrial sector determines the soundness of economy.
ഒരു സാമ്പത്തിക ക്രമത്തിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എന്താണ്? അതിലെ ഇൻഡസ്ട്രിയൽ സെക്ടർ എത്രത്തോളം ശക്തമാണ് എന്നതിനനുസരിച്ചാണ്. എ ഡെവലപ്പിംഗ് എക്കണോമി ലൈക്ക് ഇന്ത്യ കനോട്ട് അഫോർഡ് ദ ഗ്രോയിങ് സിക്നസ് ഇൻ ഇൻഡസ്ട്രീസ്. ഇന്ത്യയെ പോലുള്ള ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഇൻഡസ്ട്രിയൽ സിക്നസ് ഒരിക്കലും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. അല്ലെങ്കിൽ അതെന്താണ്? ഇൻഡസ്ട്രിയൽ സിക്നസ് എന്തിനൊക്കെ കാരണമാകും? വേസ്റ്റേജ്, ഫിസിക്കൽ, ഫിനാൻഷ്യൽ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഒക്കെ വേസ്റ്റേജിന് കാരണമാകുന്നതാണ് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെ എങ്ങനെ വിശദീകരിക്കും? ഇറ്റ് യൂഷ്വലി റെഫേഴ്സ് ടു എ സിറ്റുവേഷൻ വെൻ, അതൊരു സാഹചര്യമാണ്. എന്ത് സാഹചര്യം? വെൻ ആൻ ഇൻഡസ്ട്രിയൽ ഫേം പെർഫോംസ് പുവർലി, ഒരു ഇൻഡസ്ട്രിയൽ സ്ഥാപനം, വ്യാവസായിക സ്ഥാപനം വളരെ മോശമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇൻകേഴ്സ് ലോസസ് ഫോർ സെവറൽ ഇയർ, ഒരുപാട് വർഷങ്ങളായിട്ട് നഷ്ടത്തിലാണ്. ആൻഡ് ഓഫൺ ഡിഫോൾട്ട്സ് ഇൻ ഇറ്റ്സ് ഡെപ്റ്റ് റീപേയ്മെൻറ്റ് ഒബ്ലിഗേഷൻ, അതുപോലെ തന്നെ ബാങ്കിൽ നിന്നൊക്കെ എടുത്ത കടം തിരിച്ചടക്കുന്നതിലും അത് വീഴ്ച വരുത്തുന്ന ഒരു സ്ഥാപനം. അത്തരത്തിലൊരു ഇൻഡസ്ട്രിയൽ സ്ഥാപനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡസ്ട്രിയൽ സിക്നസ് എന്ന് പറയുന്നത്. ഇനി RBI ഇതിനെ എങ്ങനെയാണ് വിശദീകരിച്ചതെന്ന് നാലാമത്തെ പോയിന്റിൽ നമുക്ക് നോക്കാം. RBI പറയുന്നത് എന്താണ്? എ സിക്ക് യൂണിറ്റ് ആസ് വൺ വിച്ച് ഹാസ് ഇൻകേർഡ് എ ക്യാഷ് ലോസ് ഫോർ എ 1 year, ഒരു വർഷത്തേക്ക് അതിന് നഷ്ടമുണ്ടായി. ആൻഡ് ഇസ് ലൈക്ലി ടു കണ്ടിന്യൂ ഇൻകറിംഗ് ലോസസ് ഫോർ ദ കറന്റ് ഇയർ ആസ് വെൽ ആസ് ഇൻ ദ ഫോളോയിങ് ഇയർ. വരുന്ന വർഷവും തുടർന്നുള്ള വർഷങ്ങളിലും അത് നഷ്ടം വരാൻ ഉള്ള സാധ്യതയുണ്ട്. ആൻഡ് ദ യൂണിറ്റ് ഹാസ് ആൻ ഇംബാലൻസ് ഇൻ ഇറ്റ്സ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ, അതിന് സാമ്പത്തികമായ ക്രമത്തിൽ അതിനെന്താണ്? അസ്ഥിരതത്വവും ഉണ്ട്, ഇംബാലൻസും ഉണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ഥാപനമാണ് RBI എന്ന് പറയുന്നത്, സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സിക്ക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇനി SBI എന്താണ്? SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കീഴിൽ അവരുടെ ഡെഫിനിഷൻ എങ്ങനെയാണ്? വിച്ച് ഫെയിൽസ് ടു ജനറേറ്റ് ആൻ ഇന്റേണൽ സർപ്ലസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ്. എന്താണ്? സർപ്ലസ് ഉണ്ടാക്കാൻ തുടരെ വർഷങ്ങളിൽ സർപ്ലസ് ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു ഇൻഡസ്ട്രിയാണത്. ആൻഡ് ഡിപ്പെൻഡ്സ് ഫോർ ഇറ്റ് സർവൈവൽ അപ്പോൺ ഫ്രീക്വൻറ്റ് ഇൻഫ്യൂഷൻ ഓഫ് ഫണ്ട്സ്. സർപ്ലസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നിലനിൽപ്പിന് അതിനെന്ത് ചെയ്യേണ്ടി വരുന്നു? പുറത്തു നിന്നുള്ള സഹായങ്ങൾക്ക് വേണ്ടി അതിന് കാത്തു നിൽക്കേണ്ടി വരുന്നു. അതായത് ബാങ്കുകളിൽ നിന്നുള്ള ലോണൊക്കെ കിട്ടിയാൽ മാത്രമേ അവർക്ക് നിലനിൽക്കാൻ തന്നെ സാധ്യമാവുകയുള്ളൂ. ഓക്കെ, ഇതാണ് RBIയുടെയും SBIയുടെയും ഇൻഡസ്ട്രിയൽ സിക്നസിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. പ്രിയർ ടു ദ ഇനാക്ട്മെൻറ്റ് ഓഫ് സിക്ക് ഇൻഡസ്ട്രിയൽ കമ്പനീസ് ആക്ട് ഇൻ 1985, 1985 SICA എന്ന ആക്ട് നടപ്പിലാക്കുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഒരു ഇൻഡസ്ട്രി അത് സിക്കാണോ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്താണ് എന്നൊന്നും വിശദീകരിക്കാനുള്ള ഒരു വ്യവസ്ഥ ഒന്നും ഉണ്ടായിരുന്നില്ല. അക്കോർഡിംഗ് ടു SICA, ആൻ ഇൻഡസ്ട്രിയൽ കമ്പനി ക്യാൻ ബി ഡിക്ലെയർഡ് ആസ് സിക്ക്. ഈ ആക്ട് പ്രകാരം, സിക്ക് ഇൻഡസ്ട്രീസ് കമ്പനീസ് ആക്ട് പ്രകാരം ഒരു ഇൻഡസ്ട്രിയൽ കമ്പനിയെ എപ്പോഴാണ് സിക്ക്, രോഗി എന്ന് പറയുന്നത് എപ്പോഴാണ്? which has at the end of any financial year accumulated losses equal to or exceeding its entire net worth. ഒരു കമ്പനിയുടെ മൊത്തം ശേഷി, അതായത് ഒരു കമ്പനി ഒരു വർഷം അവസാനിക്കുമ്പോൾ അതിൻ്റെ നഷ്ടം ആ കമ്പനിയുടെ മൊത്തം ശേഷിക്ക് തുല്യമാണെങ്കിൽ, അതായത് 100 കോടി വിലയുള്ള ഒരു കമ്പനിയാണ്, ആ വർഷം ആ കമ്പനിക്ക് 100 കോടിയാണ് നഷ്ടമെങ്കിൽ, അങ്ങനെയാണ് ഈ ആക്ട് പ്രകാരം ഒരു കമ്പനി സിക്ക് ആണ്, രോഗിയാണ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഇൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൽ യൂണിറ്റ്, ചെറുകിട വ്യവസായ രംഗത്ത് ഇത് എങ്ങനെയാണ് ഒരു സിക്കായിട്ട് പറയുന്നത്? ഒരു സ്ഥാപനത്തെ incurred a cash loss in the previous account year and was likely to continue with the losses. കഴിഞ്ഞ വർഷം ലോസ് ഉണ്ടായി, നഷ്ടമുണ്ടായി, വരുന്ന വർഷങ്ങളിൽ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ എന്താണ്? ഇറ്റ് ഹാസ് ഡിഫോൾട്ടഡ് ഇൻ മീറ്റിംഗ് 4 consecutive installments of interest. പലിശ കൊടുക്കുന്നത്, അതായത് പൊതുവെ എല്ലാവരും കടമെടുക്കും, വ്യവസായ സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ പലിശ തിരിച്ചടക്കുന്നതിൽ 4 പ്രാവശ്യം 4 ഇൻസ്റ്റാൾമെൻറ്റുകൾ തുടർച്ചയായിട്ട് എന്ത് ചെയ്തു? തെറ്റിച്ചു പലിശ തിരിച്ചടക്കുന്നതിൽ. അങ്ങനെയെങ്കിലാണ് ചെറുകിട വ്യവസായ രംഗത്ത് ഒരു സ്ഥാപനം സിക്ക് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യുക. താങ്ക് യു, ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.